എല്ലാവർക്കും അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഗോതമ്പ് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഞാൻ 2 കപ്പോളം ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലൊന്ന് കുഴച്ചെടുക്കുക. കുറേശ്ശെ വേണം കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ, പുട്ടിൻ്റെ മാവ് നനയ്ക്കുന്നത് പോലെ. അപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ഇഡ്ഡലി ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ. എന്നിട്ട് ഒരു ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇതിനെ സേവനാഴിയിലിട്ടൊന്ന് ഇടിയപ്പത്തിന് പിഴിയും പോലെ പിഴിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാൻ വീശപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതുകൊണ്ടാണ് വലുപ്പത്തിൽ പിഴിഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് കുറച്ച് തേങ്ങ കൂടി അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു ഇഡ്ഡലി പാത്രം വെച്ചിട്ട് നമ്മൾ ഈ വീശപ്പത്തിൻ്റെ ചുറ്റി വെച്ച് ഈ തട്ട് രണ്ടെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട്. 2 കൂടി മുകളിൽ വെച്ച് ഇനി അടച്ചൊന്ന് 15-20 മിനിറ്റോളം വേവിച്ചെടുക്കുക കേട്ടോ. നിങ്ങൾ സേവനാഴിയിൽ ഇട്ട് മാവിടുമ്പോൾ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടാണ് ഇടുക. അപ്പം പെട്ടെന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. നല്ല രുചികരമായിട്ടുള്ള ഗോതമ്പ് വീശപ്പം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.